ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയോട് സച്ചു പറയുകയാണ്, താനില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് താൻ എന്താണെങ്കിലും ഇവിടെ നിന്ന് പോകണ്ട. സച്ചേട്ടൻ വിഷമിക്കാതെ, ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്. അവിടെയാണെങ്കിൽ എന്നെ നോക്കാൻ എല്ലാവരുമുണ്ട്. എൻ്റെ കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ചാൽ ഈ വീട്ടുകാർക്കെല്ലാം ദോഷമായിരിക്കും എന്നല്ലേ പറയുന്നത്. ഇവിടെ ജനിക്കുന്നതിന് പകരം എൻ്റെ കുഞ്ഞ് എൻ്റെ വീട്ടിൽ ജനിക്കട്ടെ. കുടുംബം മുടിയുമോ ഇല്ലയോ എന്ന് നമുക്കറിയാലോ. ഞാനും എൻ്റെ കുഞ്ഞും കാരണം ഇവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് സഹിക്കാൻ എന്നെ കൊണ്ടാകില്ലെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി ദേഷ്യത്തോട് പറയുകയാണ്, താൻ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ്. നിന്റെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്കെന്താ യാതൊരു വിധമായ പങ്കുമില്ലേ? ആരാ പറഞ്ഞത് ഇത് സച്ചേട്ടൻ്റെ കുഞ്ഞല്ലെന്ന്? സച്ചേട്ടൻ്റെയും കൂടി കുഞ്ഞാണിത്. പക്ഷേ നമ്മുടെ കുഞ്ഞിന്റെ തലയിൽ ആരും ഇല്ലാത്തൊരു ദോഷം എടുത്തു വെക്കുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്നെ ധിക്കരിച്ചു വേണമെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകാം, അല്ലാതെ പോകാൻ സാധിക്കില്ലെന്ന് സച്ചി പറയുമ്പോൾ ഞാൻ എന്താണെങ്കിലും നാളെ രാവിലെ പോകുമെന്നും ഇന്ന് നെല്ലിശ്ശേരിയിലെ എൻ്റെ അവസാനത്തെ ദിവസമാണെന്നും അർച്ചന പറയുന്നു. എന്നെ ധിക്കരിച്ച് നീ പോവുകയാണെങ്കിൽ ഇനിയുള്ള തീരുമാനം എന്തെടുക്കണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് സച്ചി ദേഷ്യത്തോടെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക നന്ദന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എടോ, താൻ എന്തെങ്കിലും അറിയുന്നുണ്ടോ? തൻ്റെ അനിയത്തിയുണ്ടല്ലോ ഈ വീടിന്റെ നിലവിളക്കെന്ന് പറയുന്ന അർച്ചന, അവളുടെ അന്ത്യ അത്താഴമായിരുന്നു ഇന്ന് രാത്രി ഇവിടെ. നാളെ രാവിലെ അവളിവിടെ ഉപേക്ഷിച്ച് എങ്ങോട്ടേക്ക് പോവുകയാണെന്നാ പറയുന്നത്. ഇതിൽ പരം എനിക്ക് എന്ത് സന്തോഷമാണോ വേണ്ടത്? അല്ല, ഞാനിതൊക്കെ തന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇനി നിന്റെയും നിന്റെ തന്തപ്പടിയും ഈ കുടുംബത്തെയൊക്കെ രക്ഷിക്കാൻ ആരാടാ ഉള്ളത്? നിന്നെയൊക്കെ ശിക്ഷിക്കാനും രക്ഷിക്കാനും ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക സന്തോഷത്തോടെ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ ദേഷ്യത്തോടെ കൈ ചുരുട്ടി പിടിക്കുകയാണ് നന്ദൻ. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയും ആതിരയുമാണ്. അർച്ചനയുടെ യാത്ര എങ്ങനെ മുടക്കുമെന്ന് ആലോചിക്കുകയാണ് രണ്ടുപേരും. എനിക്കെന്താണെങ്കിലും ചേച്ചിയുടെ അടുത്ത് ചെന്ന് പോകരുതെന്ന് പറയാൻ സാധിക്കില്ല. എന്നോട് ഒരു 100 ചോദ്യം ഇങ്ങോട്ടേക്ക് ചോദിക്കും. എനിക്ക് ഉത്തരമില്ലാതെ നിൽക്കേണ്ടിയും വരും. അതേസമയം ഇത് കേട്ടുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ആതിര പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഞാനാണിവിടെ ഉത്തരമില്ലാതെ നിൽക്കുന്നത്. സച്ചിയേട്ടൻ പറഞ്ഞാൽ ഏട്ടത്തി അനുസരിക്കില്ലേ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് സച്ചി പറയുന്നു. ഇനിയിപ്പോ എന്താ വഴിയുള്ളതെന്ന് ആതിര ചോദിക്കുമ്പോൾ ഒരു വഴിയേ ഉള്ളെന്നും അത് നിങ്ങളോട് പറയാൻ വേണ്ടിയാ ഞാൻ വന്നതെന്നും സച്ചി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുമാധവനെയാണ്. അനഘയും ആതിരയും സന്ദീപും ചേർന്ന് സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ തീരുമാനമെടുത്തത് അർച്ചനയാണെന്ന് സേതു പറയുമ്പോൾ തീരുമാനമെടുക്കാനായി ചേച്ചിയെ പ്രേരിപ്പിച്ചത് ആരാണെന്ന് ആതിര ചോദിക്കുന്നു. എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ലെന്ന് സേതു പറയുമ്പോൾ അച്ഛൻ തന്നെയാണെന്നും അച്ഛൻ്റെ മൗനമാണ് അർച്ചനയെടുത്തിയെ ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും സന്ദീപ് പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് അവന്തിക ചെല്ലുകയാണ്. അച്ഛന് അർച്ചനയെ ഇഷ്ടമില്ലാതൊന്നുമില്ല. പക്ഷേ ജോൾസിന്റെ തീരുമാനം അത് നമ്മൾ മാറ്റിവെക്കാൻ പാടില്ലല്ലോ. ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് അർച്ചനയെന്നൊക്കെ അവന്തിക പറയുമ്പോൾ ചേച്ചിയായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് അനഘ ചോദിക്കുന്നു. ഈ കുടുംബത്തിന്റെയും നിങ്ങളുടെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടി ഞാനൊരു 100 വട്ടമെങ്കിലും ചെയ്തേനെ എന്ന് അവന്തിക മറുപടിയും നൽകുന്നു. അർച്ചന ഇവിടുന്ന് പോകുന്നതിൽ അച്ഛന് വിഷമമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? മറ്റാരെക്കാളും അച്ഛന് വിഷമമുണ്ടെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് അവന്തിക പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അർച്ചന അടുത്ത് വേണം ചെന്ന് പറയാൻ. ഹാർട്ട് പേഷ്യൻ്റായ അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുതെന്ന് അവന്തിക പറയുന്നു. തുടർന്ന് സന്ദീപ് പറയുകയാണ്, ഈ വീട്ടിൽ അർച്ചനയുടെ ആരുടെയെങ്കിലും വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ മാത്രമാണ്. ഇനിയും അച്ഛൻ മൗനത്തെ തന്നെയാണ് കൂട്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് സന്ദീപ് ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് സേതു മുറിയിലേക്ക് പോകുമ്പോൾ അവന്തിക മനസ്സിൽ പറയുകയാണ്, എടോ കിളവാ, ഈ വീടിന്റെ മരുമകള് ഇനി ഒരിക്കലും വരാനേ പോകുന്നില്ല. ഇതിവളുടെ അവസാനത്തെ ദിവസം തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് ധനുഷും സ്നേഹയും കൂടി അർച്ചന പോകുന്നതിനെ സംബന്ധിച്ച് വഴക്കിടുന്നതാണ്. അല്ല സ്നേഹേ, നിന്റെ അഭിപ്രായം എന്താ? അർച്ചനയെടുത്തി പോകണമെന്നാണോ പോകണ്ടെന്നാണോ? ഈ വീടിന്റെ ദോഷങ്ങളെല്ലാം മാറാനായിട്ട് അർച്ചനയെടുത്തി പോകുന്നത് തന്നെയാ നല്ലതെന്ന് സ്നേഹ പറയുമ്പോൾ സ്നേഹയെ തല്ലാനായി കൈയോങ്ങുകയാണ് ധനുഷ്. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സ്നേഹേ. അവർക്ക് വേണ്ടി ഒരു വാക്കുപോലും പറയാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നീയൊക്കെ വെറും പാഴ് ജന്മം മാത്രമാണ്. ഞാനെന്താണെങ്കിലും അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് ധനുഷ് പറയുമ്പോൾ വേണ്ട, അച്ഛനോടൊന്ന് സംസാരിക്കേണ്ടെന്ന് സ്നേഹ പറയുന്നു. അർച്ചനയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ നിന്റെ എന്തെങ്കിലും ഗൂഢാലോചന കൂടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അടിയുടെ പൂരമായിരിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ധനുഷ് മുറിയിൽ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷിന്റെ അടുത്തേക്ക് അവന്തിക വരുന്നതാണ്. ഇന്ന് നിന്റെ എല്ലാ കള്ളക്കളിയും ഞാൻ പൊളിക്കുമെന്ന് ധനുഷ് പറയുമ്പോൾ എന്റെ കാരുണ്യം കൊണ്ട് മാത്രമാ നീ ഇവിടെ ജീവിക്കുന്നതെന്ന് അവന്തികയും പറയുന്നു. നീ നോക്കിക്കോ അവന്തികയെ,
ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കും. എന്നിട്ട് നീ ഇവിടെ നിന്ന് ആദ്യം തന്നെ ചവിട്ടി പുറത്താക്കാൻ പോകുന്നത്. ദേ ധനുഷേ, നമ്മളിപ്പോ ഒരു പരസ്പര ധാരണയോടെയാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. അങ്ങനെ തന്നെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ സ്നേഹം മറന്നങ്ങ് ജീവിക്കാൻ നീ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ തകർന്നിരിക്കുകയാണ് ധനുഷ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.